നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ വിഷുഫലത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണത്. ഓരോ രാശിക്കാർക്കും ഈ വരുന്ന വിഷുഫലം എങ്ങനെയാണ്, അങ്ങനെ ഓരോ രാശിക്കാരുടെ ഫലത്തെ ചിന്തിച്ച് വരുമ്പോൾ ഇന്ന് നമുക്ക് മകരരാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. മകരം രാശിക്കാർക്ക് 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, ഉത്രാടം 3/4, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും ചേർന്ന 2.25 നക്ഷത്രമാണ് മകരം രാശിയിൽ വരുന്നത്. മകരരാശിക്കാർക്ക് കഴിഞ്ഞ കുറേ പീരീഡുകളായിട്ട് കുറച്ച് കഷ്ടതയേറിയ സമയമായിരുന്നു. കാരണം 7ാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. 7 ശനി 6.5 വർഷവും പിന്നിട്ടു. ഇനി 1 വർഷത്തോളം കാലയളവ് കൂടി മാത്രമേ 7 ശനി ബാക്കിയുള്ളൂ. അപ്പോൾ ശനിയുടെ അവസാന സമയത്തിലേക്ക് പോയി. കണ്ടശനി, ജന്മശനി, പാദശനി. അപ്പോൾ ശനി പാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7 ശനിയുടെ കാഠിന്യം കുറഞ്ഞു. അപ്പോൾ ഈ മകരരാശിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വിഷുഫലം അനുകൂലപ്രദമാണ്. വിഷുഫലം നമ്മൾ ചിന്തിക്കുമ്പോൾ 1199 ആണ്ട് മേടമാസം 1-ാം തീയതി തൊട്ട് 1200 ആണ്ട് മീനമാസം 30-ാം തീയതി വരെ, അതായത് 2024 ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് 2025 ഏപ്രിൽ മാസം 13-ാം തീയതി വരെ വരുന്ന ഒരു വർഷക്കാലമാണ് വിഷുഫലം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വിഷു തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവും, പ്രശസ്തി വന്നു ചേരും, ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും, സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. സന്താനലബ്ധിയില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനലബ്ധിക്ക് അനുകൂലപ്രദമായ വർഷമാണ്. നിങ്ങൾക്ക് സന്താനത്തെ പ്രദാനം ചെയ്തു തരും. അതുപോലെ ജോലിയിൽ പുരോഗതി വരും, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കിട്ടും. സാമ്പത്തികമായും വളരെ അനുകൂല ഒരു അന്തരീക്ഷം വന്നു ചേരുന്ന കാലഘട്ടം തന്നെയാണ്. സാമ്പത്തികമായി മാത്രമല്ല, ശാരീരികമായും മാനസികമായിട്ടും കൂടി കുറച്ച് സന്തോഷത്തെ കൊടുക്കും. കഴിഞ്ഞ പീരീഡുകൾ അത്ര കണ്ട് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനെല്ലാം വിപരീതമായിട്ട് ഗുണഫലത്തെ കൊടുക്കുന്ന ഒരു സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇനി അറച്ചു നിൽക്കരുത്. പ്രത്യേകിച്ച് ജോലിക്ക് ശ്രമിക്കാനായാലും ശരി, അതുപോലെ സന്താനലബ്ധി ഇല്ലാതിരിക്കുന്ന ഒരു സന്താനലബ്ധിക്ക് വേണ്ടി ശ്രമിക്കണം. സന്താന സംബന്ധമായി മറ്റേതെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, മക്കളെ പഠിത്തം ശരിയാവുന്നില്ല, ഇതിനൊക്കെ ശ്രമിക്കുക, പഠിത്തമൊക്കെ ശരിയാവും. അതുപോലെ പിള്ളേരെ ദൂരോട്ട് അയച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിൽ വരെ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ മക്കളെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർ, സന്താനങ്ങൾക്ക് മംഗല്യം നടക്കും. അതേപോലെ തന്നെ പ്രശസ്തി എന്ന് പറയുമ്പോൾ അവാർഡുകൾ ലഭിക്കുക, നമുക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുക, കലാകാരന്മാർക്ക് കലയിൽ വളരെ ശോഭിക്കാനിട വരിക. അപ്പോൾ കായികമായിട്ട് നിൽക്കുന്നവർക്കും വളരെ ജോലി സാധ്യതകൾ, അതുപോലെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും നിത്യജ്യോതിഷം, ഇന്നത്തെ ഫലം, ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇന്ന് നിങ്ങൾക്ക് കൊള്ളാവുന്ന, നമ്മളൊരു വർഷത്തെ ഫലമാണ് ഓരോ
ചാനലിലൂടെ നമ്മളിതൊക്കെ പറഞ്ഞെങ്കിലും ഇന്നത്തെ ഫലം, ഇന്ന് ഓരോ ദിവസം നിങ്ങൾക്ക് എങ്ങനെ, ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഓരോ നക്ഷത്രക്കാർക്കും വരാവുന്ന കഷ്ടതകളുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം, അപ്പോൾ ഇന്ന് നമുക്ക് ഏതെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ, എന്തൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്, ഇതിനെല്ലാം ആസ്പദമാക്കി ഒരു ലഘു വീഡിയോ എല്ലാ ദിവസവും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. നമ്മളുമായി വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് എല്ലാ മാസം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ചിലപ്പോൾ 2-3 പ്രാവശ്യം മാസത്തിൽ ചെയ്യുന്നുണ്ട്. അതും എന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ കരാമയിൽ, ദുബായിൽ തന്നെ കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം ഇട്ടിട്ടുണ്ട്. അത് ആരാമം റെസ്റ്റോറൻറ്റിനടുത്തായിട്ടാണ്. ആരാമം റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതിന് കാരണം ആരാമം റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ മലയാളികൾക്കെല്ലാം അറിയാം. അതിനടുത്തായിട്ടാണ്. എല്ലാ മാസത്തിലും നിശ്ചിത ദിവസം അവിടെയും കൺസൾട്ടേഷൻ ഉണ്ട്. അതുപോലെ വിദേശ മലയാളികൾക്കായിട്ട് അവിടുത്തെ സുപരിചിതമായ മലയാളം ചാനലാണ് NTV. NTVയിൽ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ നേരം ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, 12 തൊട്ട് 1 മണി വരെ. ആ സൗകര്യവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാ മകരരാശിക്കാർക്കും പുതുവർഷം എന്ന് പറയുന്നത് പുതുവർഷം എന്ന് പറഞ്ഞാൽ വിഷുവാണ്. നമ്മുടെ ജ്യോതിഷ വർഷമാണ് വിഷു വർഷം. പുതുവർഷം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.